എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ അത് പറയുന്നതിന് മുന്നേ എന്നാലും എൻ്റെ പിഷു എന്ന് പറയാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. പിഷു സേതാമേനോ പിഷാരടി ശ്വേതയോട് സംസാരിക്കുന്ന ഒരു വോയിസാണ് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് കേൾക്കുമ്പോൾ എന്നാലും എൻ്റെ പിഷു എന്ന് പറയാൻ നമുക്ക് തോന്നും. കാരണം ഈ അടുത്തൊരു ഗ്ലാമർ കൂടുതലായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അമ്മ സംഘടനയിലെ ആ ചാർജൊക്കെ കിട്ടിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു, അതെല്ലാം കലങ്ങി തിരിഞ്ഞ് വേറെ വഴിക്ക് വന്നു. പക്ഷേ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ മലയാള സിനിമയിലെ പുരുഷ കേസരികളെല്ലാം തന്നെ എന്തൊക്കെയോ ഒരു കോഴികളാന്ന് പറയാം. ആരുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാണുമായിരിക്കാം, എന്നാലും ഈ ഒരു ക്ലീൻ ചീട്ട് കൊടുക്കാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പിഷാരടിയെ തോന്നിയിരിക്കുന്നത്. കാരണം കോഴിത്തരം ഇല്ലാത്ത ഒരാൾ, അത് നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന പിഷാരടിയുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ എല്ലാവർക്കും രണ്ട് വ്യക്തിത്വമാണ്. ഒരാൾ പുറമെ പബ്ലിക്കായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവാം, അതല്ലാതെ അയാൾ പേഴ്സണൽ ആയിട്ടുള്ളിടത്ത് പെരുമാറുന്ന വേറൊരു വ്യക്തിത്വം ഉണ്ടാവാം. ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ അകത്തുനിന്ന് പബ്ലിക്കായിട്ട് പിഷാരടി പെരുമാറിയ വ്യക്തിത്വത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇത്രയും നല്ലൊരു ക്യാരക്ടർ ഇല്ല എന്നുള്ളതാണ്. മിടുക്കനാണ്, രാഷ്ട്രീയത്തിലൊക്കെ കയറിയ ശോഭിക്കും. പിന്നെ പുള്ളി കടന്നു വന്ന വഴികളൊക്കെ ആലോചിക്കുമ്പം ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ഒത്തിരി വിശേഷണങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ ഇപ്പൊ ശ്വേതാമേനോനോട് സംസാരിക്കുന്ന ഒരു രീതി, ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് കേട്ട് കഴിയുമ്പം ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് എല്ലാം കൂടെ താഴോട്ട് വീഴുക. അങ്ങേരെ പറ്റി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവച്ച ഇമേജ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, വെറുതെ ഇവരെ ഒന്നും ആരാധിക്കാൻ പോലും കൊള്ളില്ല സിനിമാക്കാരെ. നമുക്ക് ടൈം പാസിന് കാണണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ടെൻഷൻ അടിച്ചിരിക്കുന്നതിന് കാണണമെന്നുണ്ടെങ്കിൽ ഫിലിം കാണുക, പോവുക, ടിക്കറ്റ് എടുക്കുക, കാണുക, പോവുക, അത്ര മതി. അതല്ലാതെ നമ്മൾ അവരോടൊരു വ്യക്തിപരമായിട്ട് അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രം വഴി അവരോട് ഇഷ്ടം തോന്നാനേ പാടില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അപ്പൊ നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. എന്തായാലും വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ്. അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. ഓഫ്, അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യം അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരി, ഓക്കെ, ശരി. അപ്പം പിഷാരടി ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ട്യൂൺ അങ്ങോട്ട്, അതായത് സൗണ്ടിന്റെ തന്നെ മോഡുലേഷൻ എന്താ പറയാ, അത് തന്നെ മാറി നമ്മൾ കേൾക്കുന്ന ആ ഒരു രീതിയല്ല. അവരെന്താണ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ക്രൗൺ പ്ലാസയിലാണ് അവര് റൂം എടുത്തിരിക്കുന്നത്. ശ്വേത പറഞ്ഞു എന്താണ് പരിപാടി എന്ത് ചോദിച്ചപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അവർ റൂം എടുത്തോണ്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് രാത്രി വൈകുന്നേരം ഹസ്ബൻഡ് വരും എന്നുള്ളതാണ് അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. അതിൻ്റെ അകത്തൊന്നുമില്ല സ്ത്രീകൾ നേരെ പോകുന്നുള്ള രീതിക്കാണ് അവർ സംസാരിച്ചത്. അപ്പൊ ഇങ്ങേര് ചോദിച്ചത് എന്താണ് പരിപാടി എന്നുള്ള ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടെന്നേ മിസ്റ്റേക്ക്. ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യത്തിൽ തന്നെയുണ്ട് സത്യം പറഞ്ഞ. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോ ഇങ്ങേര് അശ്ലീല ചൊവ്വയോടെ അതിനെ ടേൺ ചെയ്ത് വിട്ടു. അതായത് ഇങ്ങേര് ചോദിച്ചത് എന്താ പരിപാടി എന്ന്. അപ്പം ശ്വേത പറയുന്നു വൈകിട്ട് ഹസ്ബൻഡ് വരുന്നു. അപ്പൊ ഭർത്താവ് വന്നതിന് ശേഷമുള്ള പരിപാടിയാണോ ഉദ്ദേശിച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞ് അതിന് മുന്നേ ഒരു വഷളം ചിരി. ആ ചിരിയിലൊക്കെ ഒരു ഇതും തോന്നുന്നില്ല. എന്റെ പിഷാരടി വളരെ വഷളത്തരമായിപ്പോയി ആ ചിരിയൊക്കെ കേട്ട. കോഴിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലാതെ അതിന് വലിയ വ്യാഖ്യാനമൊന്നും കൊടുക്കാനില്ല. നമുക്കിപ്പോൾ പിഷാരടി ഇഷ്ടമാണ്, പിഷാരടി ഇപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്തൊക്കെയോ മലമറിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്നാലും ഇപ്പം ഈ ഒരു വോയിസ് വെച്ച് നോക്കിയാൽ ഒരു സ്റ്റാൻഡേർഡും ഇല്ല. ശേഷം മോശം എന്ന് തന്നെ പറയാൻ തോന്നും. അപ്പം അല്ല താൻ എന്നിട്ടും അത് ശ്വേതയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇവർ ഈ പിഷാരടി ഇത് ശ്വേത മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി അവിടെ കിടന്ന് ചിരിച്ചു മറിഞ്ഞിട്ട് ശ്വേതയ്ക്ക് മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞേ അല്ല ഞാൻ ചോദിച്ച ചോദ്യവും താൻ പറഞ്ഞ മറുപടിയും കൂടെ വെക്കുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് അത് അങ്ങനെയാക്കുന്നുണ്ട്. അപ്പൊ ശ്വേത പറയുന്നുണ്ട്
എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനേ അറിയത്തുള്ളൂ. കാരണം അങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേന് എന്തേലും ഇപ്പം നമ്മൾ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾ എടുത്തിട്ട് നമ്മളൊന്ന് ദ്വയാർത്ഥത്തിൽ ഇടുകയാണെങ്കിൽ അതിനെല്ലാം അശ്ലീലം ഉള്ള ഒരു മീനിങ്ങിൽ വേണേ നമുക്ക് തിരിച്ചടിക്കാം. അങ്ങനെയാണ് മലയാള ഭാഷ മുഴുവൻ. പക്ഷെ നമുക്ക് അങ്ങനെ ഓർത്ത് ഒന്നും സംസാരിക്കാൻ മേല വന്ന എങ്ങനെയാ ശരിയാവുക? കൂട്ടുകാർക്കിടയിൽ, സ്ത്രീകളുടെ ഇടയിലുള്ള നല്ല ഫ്രണ്ട്സ്, നല്ല കൂട്ടുകാർക്കിടയിൽ ചിലർക്ക് ഈ ഒരു രോഗമുണ്ട്, ഡബിൾ മീനിങ് സംസാരിക്കുക. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവരത് കോമഡിയാകട്ടോ, കോമഡി ആയിട്ട് അത് ചിലപ്പോൾ നമുക്കിട്ട് തിരിച്ചു പറഞ്ഞ് കോമഡി ആയിട്ട് തിരിച്ചെല്ലാവരും വിടും. പക്ഷെ അതൊരു പുരുഷൻ അങ്ങനെ തിരിച്ചു പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് അത് ആസ്വദിക്കാൻ സാധിക്കാറില്ല. അവർക്ക് അപ്പോഴേ അതൊരു ചളിപ്പായി മാറും, ഒരു ബുദ്ധിമുട്ടായി മാറും. പൊതുവെ സ്ത്രീകൾ അങ്ങനെയാണ്. അത് തന്നെയാണ് ഇവിടെ ശ്വേതയും അനുഭവിച്ചത്. കാരണം അവരത് അവരുടെ ഭർത്താവ് വരുമെന്ന് കൂളായിട്ട് പറഞ്ഞു, ഇയാൾ അതിനില്ലാത്ത അർത്ഥങ്ങളെല്ലാം കൊടുത്ത് അപ്പം ഒരു വഴി വെട്ടുകയാണ് അവിടെ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായോ? ശ്വേതയോട് അത്തരത്തിലുള്ള ഒരു സംസാരത്തിന്റെ ഒരു വഴി വെട്ടിയിടുകയാണ് പിഷാരടി അവിടെ ചെയ്തത്. അപ്പൊ അതിന് കടുത്ത എതിർപ്പ്, അതായത് ഇത് കൂട്ട് വർത്താനം എന്റെ അടുത്ത് പറഞ്ഞേക്കരുത്, അങ്ങനത്തെ അതൊരു പരീക്ഷണമാണ്. അതിനെ എങ്ങനെ ശ്വേത സമീപിക്കുന്നു എന്നുള്ളതാണ് ആ പരീക്ഷണം. അപ്പൊ വലിയ കുഴപ്പമില്ല, വലിയൊരു ഇതില്ലാതെയാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വെക്കും പുരുഷന്മാരുടെ രീതിയാണ്. ആ സ്റ്റെപ്പ് വെക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ ഒരു ഇത്, അതല്ല വല്ല എതിർപ്പുണ്ടെങ്കിൽ ഇതിനെ നേരെ മറിച്ചിട്ട് അവര് രക്ഷപ്പെടുകയും ചെയ്യും. അയ്യോ ഞാൻ അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ തന്നോട് ഞാൻ അങ്ങനെയൊക്കെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത് നമ്മളെ അങ്ങ് ഇതാക്കി അത് അങ്ങനെ വിടും. അതിനുള്ള ഒരു പരീക്ഷണം ഇവിടെ നടത്തി. അവരതങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞത് അവരുടനെ തന്നെ അവരുടെ വേറെ വിഷയം എന്താണോ സംസാരിക്കുന്നത്, ഏതായാലും ഹസ്ബൻഡ് വന്ന് പോട്ടെ, ഞാൻ അതൊക്കെ ശരിയാക്കാം എന്നുള്ള അർത്ഥം. അതും അത്ര നല്ലൊരു വാക്കല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടെ എന്നിട്ട് ശരിയാക്കുക എന്നുള്ളത്. ഇത് നമ്മൾ ഇന്ന് കാണുന്ന പിഷാരടിയുടെ വായിൽ നിന്ന് നമ്മൾ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇന്ന് നമ്മൾ മനസ്സിലാക്കി ഇത്രയും കാലം കണ്ടതും തക്ക സമയത്ത് പറയുന്ന കോമഡിയും ജെന്യൂനായിട്ടുള്ള രീതിയും എല്ലാം കണ്ടേച്ച് പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരന്റെ പ്രവൃത്തി എന്ന് മനസ്സിലായി. അതായത് മറ്റുള്ളവരെ വിലയിരുത്താൻ വേണ്ടി പിഷാരടി പറഞ്ഞ വാചകം എന്താണ്? ഒരു വ്യക്തിക്ക് രണ്ട് ക്യാരക്ടറാണ്. ഒരു വ്യക്തിയെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്നെങ്കിൽ അയാളുടെ കൂടെ യാത്ര പോകണം, അല്ലെ അയാളുടെ കൂടെ ഒന്ന് നമ്മൾ താമസിക്കണം. എന്നാൽ മാത്രമേ അയാളുടെ യഥാർത്ഥ ക്യാരക്ടർ മനസ്സിലാവുള്ളൂ. അതല്ലാത്തടത്തോളം അയാൾ കാണിക്കുന്ന ഇത് അയാൾ പബ്ലിക്കിൽ കാണിക്കുന്ന ക്യാരക്ടറാണെന്നാണ്. അതായത് പൊതുജനങ്ങളെ എടുക്കുകയാണ്. ഇപ്പൊ പബ്ലിക്ക് നമ്മൾ ഭയങ്കര ദാനശീലരായിട്ട് നമുക്ക് വേണേ അഭിനയിക്കാം, ഇതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മളെ റിയൽ ലൈഫിൽ അങ്ങനെ ആയിരിക്കില്ല, വേറൊരു വ്യക്തി ആയിരിക്കാം. കാരണം നമ്മൾ കേട്ടില്ലേ, രാഷ്ട്രീയത്തിൽ മൂക്കളെ ഒലിപ്പിച്ച് പിള്ളേരെ എടുത്ത് ഉമ്മ വെച്ച് അതും ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ സാനിറ്റൈസർ ഇട്ട് മുഖം കയ്യും എല്ലാം കഴുകുന്നത് നമ്മൾ കണ്ടില്ലേ. അതേപോലെ രണ്ട് വ്യക്തിത്വമാണ് ജനങ്ങളെന്നൊക്കെ പറയുന്നത്. പിഷു ഇപ്പി കാണിച്ചതാണ് യഥാർത്ഥത്തിൽ രണ്ട് വ്യക്തിത്വം. ശ്വേതാമേനോനോട് സ്വകാര്യമായിട്ടൊന്ന് സംഭാഷണം നടത്താൻ ഒരു അവസരം കിട്ടിയപ്പോൾ എന്തായിരുന്നു കാണിച്ചത്? ഏതായാലും ഞാൻ കമന്റ് വായിച്ചേൽപ്പിക്കാം. അവന്റെ തൊലിഞ്ഞ ചിരി, അത് തന്നെയാണ് ആദ്യത്തെ കമന്റ്. പാലക്കാട് വോട്ടർമാർ എങ്ങനെ ഇത്ര കൃത്യമായി കോഴികളെ മനസ്സിലാക്കി തെരഞ്ഞെടുത്ത് അയക്കുന്നു, അത്ഭുതം. കമന്റാ വായിക്കുന്നത് കേട്ടോ. ഇതേ പാലക്കാടിന് മറ്റൊരു ഞരമ്പൻ. എനിക്കിതിലൊന്നും അത്ഭുതമില്ല. പാലക്കാട്ടുകാരുടെ അവസ്ഥ ഓർത്തിട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ല. ഇതൊക്കെയാ പറയുന്നത്. പാലക്കാടുകാരെ കുറിച്ച് ഓർത്ത് അഭിമാനം. നല്ലവനായ ഉണ്ണി സന്തോഷവാനായി. ഇതാണ് കോൺഗ്രസ്സുകാരൻ. കിട്ടണം, പാലക്കാട്ടുകാർക്ക് ഇത് തന്നെ കിട്ടണം. ഇങ്ങനെ കമന്റ് പോകുന്നുണ്ട്. പിഷാരടി ആയതുകൊണ്ടാണ്. കാരണം ഈ ഒരു വോയിസ് കേട്ടപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പിഷാരടിയോട് വളരെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് വളച്ചിടാം, തിരിച്ചിടാം, മറിച്ചിടാം. അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷെ എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.